നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ വാക്കുകളും അളന്നു മുറിച്ച് ആത്മപരിശോധനയോടെ പറയുവാൻ നമുക്ക് കഴിയില്ല. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും പ്രയോജനരഹിതമായ പാഴ്വാക്കുകളാണ് പ്രശ്നം. നമ്മളിൽ ഒരാൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ പറയുന്ന ഓരോ വാക്കും തെറ്റിദ്ധരിക്കപ്പെടും. ഒരാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ അയാൾ പറയുന്ന സത്യം പോലും അസത്യമായി തോന്നും. വിശ്വാസം നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി, പക്ഷേ അത് നേടുവാൻ ഒരായുസ് തന്നെ വേണ്ടിവരും. പട്ടാളക്കാരനും സംവിധായകനുമായ മേജർ രവിക്ക് മലയാളികൾ നൽകിയിരുന്ന സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ നഷ്ടപ്പെട്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കൗമാരപ്രായത്തിൽ AK രവീന്ദ്രൻ എന്ന പയ്യൻ വെറും 10ാം ക്ലാസും ഗുസ്തിയുമായി പട്ടാളത്തിൽ ചേരുന്നു. തന്റെ സഹപ്രവർത്തകരൊക്കെ കിട്ടിയ ജോലി കൊണ്ട് തൃപ്തിപ്പെട്ട് ഒതുങ്ങിക്കൂടിയപ്പോൾ രവീന്ദ്രന്റെ മനസ്സിൽ ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പവും ദീർഘവീക്ഷണവും ഉടലെടുത്തു. മറ്റുള്ളവർ ദിവസവും വൈകുന്നേരങ്ങളിൽ ആഘോഷങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചപ്പോൾ രവീന്ദ്രൻ എന്ന പയ്യൻ മുന്നോട്ടുള്ള പഠനത്തിനായി പുസ്തകങ്ങളിൽ അഭയം തേടി. അങ്ങനെ പഠിച്ച് മിടുക്കനായി ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് ബിരുദം നേടി ഓഫീസറായി മാറി. തന്റെ കഠിനാധ്വാനവും സ്പോർട്സിലുള്ള പ്രാവണ്യവും അദ്ദേഹത്തെ മിലിറ്ററി കമാൻഡോ പദവിയിലെത്തിച്ചു. രാജീവ് ഗാന്ധി വധ ഗൂഢാലോചന കേസിലെ പ്രതി ശിവരശനെ പിടികൂടാനുള്ള കമാൻഡോ ഗ്രൂപ്പിന്റെ തലവനായി എത്തിയത് ഇദ്ദേഹമാണ്. മേജർ പദവി അലങ്കരിച്ചതിന് ശേഷമാണ് അദ്ദേഹം VRS എടുത്ത് മിലിറ്ററിയിൽ നിന്നും വിരമിക്കുന്നത്. ആ രവീന്ദ്രനാണ് ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ മേജർ രവി. മിലിറ്ററിയിൽ നിന്നും എയർഫോഴ്സിൽ നിന്നും നേവിയിൽ നിന്നും കടന്നു വന്ന അഭിനയ രംഗത്ത് ചുവടുറപ്പിച്ചവരാണ് നമ്മുടെ ജയനും MG സോമനും ക്യാപ്റ്റൻ രാജുവും ജനാർദ്ദനനും GK പിള്ളയും ഒക്കെ. എന്നാൽ സംവിധാന രംഗത്തേക്ക് ഒരു മിലിറ്ററിക്കാരൻ കടന്നു വരുന്നത് അത് മേജർ രവിയാണെന്നാണ് എന്റെ അറിവ്. സംവിധാന രംഗത്തേക്കുള്ള മേജർ രവിയുടെ കടന്നുവരവിൽ അതിഗംഭീരമായ വരവേൽപ്പും ഭാഗ്യവുമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന ചിത്രമായ കീർത്തി ചക്ര റിലീസ് ദിവസം ആദ്യ ഷോ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് കണ്ടത്. പടം കണ്ടിറങ്ങിയ ഞാൻ കാണുന്നത് ഒരു ജനക്കൂട്ടം എടുത്തു പൊക്കി ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകുന്ന മേജർ രവിയെയാണ്. അങ്ങനെ ഏറെ സമയം അദ്ദേഹത്തെ ഉയർത്തി എയറിൽ തന്നെ നിർത്തിയിരുന്നു. ഒരു സംവിധായകനെ പ്രേക്ഷകർ സന്തോഷം കൊണ്ട് നൃത്തവും വാദ്യാഘോഷങ്ങളുമായി കൊണ്ടു നടക്കുന്ന കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് അന്ന് കണ്ടത്. അദ്ദേഹത്തിന്റെ കീർത്തി ചക്ര എന്ന പട്ടാള കഥ വേറിട്ടൊരു അനുഭവവും അനുഭൂതിയുമാണ് മലയാള പ്രേക്ഷകർക്ക് നൽകിയത്. കീർത്തി ചക്രയ്ക്ക് മുൻപ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉൾപ്പെടെ പല പട്ടാള കഥകളും മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു മുഴുനീള പട്ടാള കഥ മലയാളികൾക്ക് ഇതാദ്യമായാണ്. കീർത്തി ചക്രയുടെ കഥയും ചിത്രീകരണവും ഒക്കെ ഉന്നത നിലവാരം പുലർത്തിയിരുന്നു. പട്ടാളക്കാരുടെ പച്ചയായ ജീവിതവും രാജ്യസ്നേഹം ഉണർത്തുന്ന ഡയലോഗുകളും കൊണ്ട് സമ്പന്നമായിരുന്നു ആ ചിത്രം. അതിൽ മോഹൻലാൽ എന്ന നടൻ കൂടി എത്തിയപ്പോൾ കുറ്റമറ്റ ഒരു ചിത്രം നമ്മൾക്ക് സമ്മാനിക്കാൻ മേജർ രവി എന്ന സംവിധായകന് സാധിച്ചു. ഈ ചിത്രത്തിൽ ആദ്യം ബിജു മേനോനെ നായകനാക്കാനാണ് തീരുമാനിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. എന്നാൽ ആദ്യം ഈ ചിത്രം നിർമ്മിക്കാമെന്ന് ഏറ്റിരുന്ന നിർമ്മാതാക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് കാരണം ആ പ്രോജക്റ്റ് നടക്കാതെ വരികയും പിന്നീട് അദ്ദേഹം മോഹൻലാലിനെ സമീപിക്കുകയുമാണ് ഉണ്ടായത്. മോഹൻലാൽ കഥ കേട്ട ഉടൻ തന്നെ ഡേറ്റ് കൊടുക്കുകയും RB ചൗധരി അതിന്റെ പ്രൊഡ്യൂസർ ആവുകയും ചെയ്തതോടുകൂടി ആ പടം അതിന്റെ പൂർണ്ണതയിൽ എത്തുകയുമാണ് ചെയ്തത്. മേജർ രവി പിന്നീട് പല പട്ടാള കഥകളും ചെയ്തിട്ടുണ്ടെങ്കിലും എന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കീർത്തി ചക്ര തന്നെയാണ്. കീർത്തി ചക്രയിൽ കൂടി മേജർ രവിക്ക് ലഭിച്ച കീർത്തി മലയാള സിനിമയിൽ ഒരു നല്ല സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു. സാക്ഷാൽ അമിതാഭ് ബച്ചൻ പോലും ഒരു മലയാള സിനിമയ്ക്കായി അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ അതൊരു നിസാര കാര്യമായി തള്ളിക്കളയാൻ പറ്റുമോ? മേജർ രവി വെറും ഒരു സിനിമാക്കാരനായി മാത്രം ഒതുങ്ങിയില്ല. പല സാമൂഹ്യ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടാനും അഭിപ്രായം പറയുവാനും തുടങ്ങി. അപ്പോഴേക്കും അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ വിലയും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സ്വീകാര്യതയും വർദ്ധിച്ചു. ആദ്യ കാലങ്ങളിലൊക്കെ വളരെ നിഷ്പക്ഷമായും രാജ്യസ്നേഹം തുളുമ്പുന്ന വാക്കുകൾ കൊണ്ടുമൊക്കെ അദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. അത്ര പെട്ടെന്നൊന്നും ആരെയും അംഗീകരിച്ചു കൊടുക്കാത്ത നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെയും ആദരവോടെയും അംഗീകരിച്ചു എന്നത് വലിയൊരു സത്യമാണ്. നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കിട്ടുന്ന വിശ്വാസവും അംഗീകാരവും ബഹുമാനവും ഒക്കെ നിലനിർത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്വവും കടമ്പയുമാണ്. നമ്മുടെ ചെറിയ പിഴവുകൾ പോലും എല്ലാവരും സസൂക്ഷ്മം വീക്ഷിക്കുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഒരു കാലത്ത് കേരളത്തിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കണ്ടിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ PC ജോർജ്. വീണ്ടും വിചാരമില്ലാത്ത വാക്കുകളും പ്രവൃത്തികളും അദ്ദേഹത്തെ ജനങ്ങളിൽ നിന്നും അകറ്റി. മറ്റൊരു ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ. വളരെ ശോഭനമായ
ഒരു ഭാവിയും മറ്റുള്ളവർക്ക് പ്രതീക്ഷയും ഉണ്ടായിരുന്ന അവർ ചില അപക്വമായ പെരുമാറ്റവും അഹങ്കാരത്തോടുള്ള പ്രവൃത്തികളും അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെയായിരുന്നു ശോഭനമായ ഒരു ഭാവി ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യവും. ഇത്രത്തോളമൊന്നും അല്ലെങ്കിലും മേജർ രവിക്കും പല പ്രാവശ്യം പല വീഴ്ചകളും പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. ഒരു കമാൻഡോ പദവി അലങ്കരിച്ചിരുന്ന വ്യക്തിക്ക് സൂക്ഷ്മമായ നിരീക്ഷണ പാഠവും ശ്രദ്ധയുമൊക്കെ ഉണ്ടാകേണ്ടതല്ലേ? എനിക്ക് വ്യക്തിപരമായി വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് മേജർ രവി. അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ചില വിഷയങ്ങളും പ്രശ്നങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്കും പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എന്നും തോന്നിയിട്ടുണ്ട്. മേജർ രവി ഇന്ന് BJP-യുടെ സംസ്ഥാന നേതാവാണ്. അദ്ദേഹം തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്, BJP-യിലെ 90% നേതാക്കളും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, തനിക്ക് എന്ത് കിട്ടുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേരും. ആ സമയത്ത് അദ്ദേഹം കോൺഗ്രസിന്റെ ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുക്കുകയും പിണറായി വിജയനെ അടിമുടി വിമർശിക്കുകയും ചെയ്തു. പിണറായിയുടെ ധാർഷ്ട്യത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത്, സെൽഫി എടുക്കാൻ വന്ന കുട്ടിയുടെ കൈതട്ടി മാറ്റി മാധ്യമ പ്രവർത്തകരോടൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പി രാജീവിന്റെ ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുത്ത് ബഹുമാന്യരെ, സഖാക്കളെ എന്ന് സംബോധന ചെയ്ത് കയ്യടി വാങ്ങി. മേജർ രവിയുടെ രാഷ്ട്രീയ നിലപാട് തികച്ചും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനവും അവകാശവുമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടില്ലാത്ത ചാഞ്ചാട്ടം ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി എന്നത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി 2016 ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയ ഒരു പരാമർശമുണ്ട്. അത് ദൃശ്യമാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ നടന്ന ലൈംഗിക ചുവയുള്ള പരാമർശത്തിനെതിരെയായിരുന്നു. ഹൈക്കോടതി പറഞ്ഞത്, ഹർജിക്കാരൻ ആർമി ഓഫീസറും സെലിബ്രിറ്റിയുമാണ്. സാധാരണ മനുഷ്യർ അവർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കും. പ്രഭാഷണങ്ങളും പ്രസ്താവനകളും നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എമ്പുരാൻ സിനിമ കണ്ടിറങ്ങിയ അദ്ദേഹം നടത്തിയ പ്രസ്താവന ആദ്യം പടത്തിനും സംവിധായകനും അനുകൂലവും പിന്നീട് അഭിപ്രായം മാറ്റിപ്പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കെതിരെ മല്ലിക സുകുമാരൻ രംഗത്ത് വരികയും അവർ തമ്മിൽ വാക്പോര് നടക്കുകയും ചെയ്തു. പിന്നീട് ആന്റണി പെരുമ്പാവൂർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചത് നമ്മൾ കണ്ടതല്ലേ. നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ആദ്യം സാന്ദ്ര തോമസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും തൊട്ടടുത്ത ദിവസം സാന്ദ്രയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് നിർമ്മാതാക്കളായ സുരേഷ് കുമാറിനും രാകേഷിനും പിന്തുണ നൽകുകയും ചെയ്തു. ഇതിൽ ക്ഷുഭിതയായ സാന്ദ്ര തോമസ് മേജർ രവിക്കെതിരെ രംഗത്ത് വരികയും മേജർ രവി സുരേഷ് കുമാറിനെ കുറിച്ചും രാകേഷിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത് പുറത്തുവിടുമെന്നും ഭീഷണി മുഴക്കിയിരുന്നല്ലോ. 2024 അദ്ദേഹത്തിനെതിരെ ഒരു ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തു എന്ന പരാതിയിൽ ഇരിഞ്ഞാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിരുന്നു. ഇതിനിടയിൽ മോഹൻലാൽ ഫാൻസുകാരുമായി അദ്ദേഹം ഒന്ന് തെറ്റി. മോഹൻലാലിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ഇയാൾ ആരെന്ന് അവർ ചോദിച്ചപ്പോൾ, മോഹൻലാലിനെ താങ്ങി നടക്കുന്നത് കൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല, ഞാൻ ജീവിക്കുന്നത് എന്റേതായ വരുമാനം കൊണ്ടാണ്, അദ്ദേഹത്തെ വെച്ച് ജീവിക്കുന്ന ആളല്ല ഞാൻ, അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാ. ഫാൻസുകാരൻ ആനപ്പുറത്ത് നിന്ന് വീണ് നട്ടല്ലൊടിഞ്ഞ് കിടന്നപ്പോൾ എല്ലാവരും 1000-ഉം 2000-ഉം വെച്ച് കൊടുത്തപ്പോൾ 50,000 രൂപ ധനസഹായം ചെയ്ത വ്യക്തിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ ഫാൻസുകാരുടെ വായടപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആക്ഷേപം അദ്ദേഹത്തിന്റെ കർമ്മയോദ്ധ എന്ന ചിത്രത്തിന്റെ കഥ മറ്റൊരാളുടെ കഥ മോഷ്ടിച്ചെടുത്തു എന്നതാണ്. 13 വർഷത്തെ നിയമയുദ്ധത്തിന് ശേഷം കോട്ടയത്തെ കോടതി വിധിച്ചു, യഥാർത്ഥ എഴുത്തുകാരൻ റെജി മാത്യു ആണെന്നും അദ്ദേഹത്തിന് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും. വളരെ ഡിസിപ്ലിനോടെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളുടെ വീണ്ടും വിചാരമില്ലാത്ത സംസാരവും പ്രവൃത്തിയും ഇത്തരത്തിലായതിൽ പരിതപിക്കാനല്ലാതെ എന്ത് ചെയ്യാനാണ്? ഞാൻ മേജർ രവിയെ ഇകഴ്ത്തി കാണിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചത്. നമ്മൾ 1000 ശരികൾക്കിടയിൽ ഒരു തെറ്റ് ചെയ്താൽ മതി അന്ന് വരെ നേടിയെടുത്ത സൽപ്പേരിന് കളങ്കം ചാർത്താൻ. ഇനിയെങ്കിലും അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് മേജറിനോട് ഒരുപാട് ഇഷ്ടവും സ്നേഹവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, താങ്കളുടെ പേരിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും അബദ്ധത്തിലൊന്നും ചെന്ന് ചാടാതെ ജാഗ്രത പുലർത്തുക. കാരണം താങ്കളെ പോലുള്ളവർ സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു പട്ടാളക്കാരനാണെന്ന് ഓർക്കുക. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. പുതിയ പടത്തിന്റെ പണിപ്പുരയിലാണെന്നറിഞ്ഞു, മനസ്സ് ശാന്തമാക്കി എല്ലാ ശ്രദ്ധയും അതിലേക്ക് തിരിക്കുക. ഈ ചിത്രവും സൂപ്പർ ഹിറ്റായി മാറട്ടെ. താങ്കൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും. അവർക്ക് അതിന് ശ്രമിക്കാനേ കഴിയൂ. വിജയിക്കണമോ പരാജയപ്പെടണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.